പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ഡിസംബർ മാസം 6-ാം തീയതി, മാസാദ്യ വെള്ളിയാഴ്ച. ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ സംരക്ഷണത്തിനായി ഇന്ന് പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, പുതിയൊരു ദിവസം കൂടെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഇന്നത്തെ ഞങ്ങളുടെ ഓരോ പ്രവർത്തനവും അവിടുത്തെ കൃപയാൽ നിറയപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങേക്ക് അഹിതമായതൊന്നും ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് ഉണ്ടാകാൻ ഇടവരുത്തരുതേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 12-ാം തിരുവചനം ഇന്ന് നമുക്ക് ധ്യാനിക്കാം. ഉള്ളവന് നൽകപ്പെടും, അവന് സമൃദ്ധി ഉണ്ടാവുകയും ചെയ്യും. ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുപോലും എടുക്കപ്പെടും. പ്രിയമുള്ള എൻ്റെ സഹോദരങ്ങളെ, നന്ദി നിറഞ്ഞ ഹൃദയമുള്ളവനെ ദൈവം എപ്രകാരം ഉയർത്തുന്നു എന്ന് ഈ വചനം നമ്മെ ഓർമ്മിപ്പിച്ചു തരികയാണ്. കുറെ നാളുകൾക്ക് മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് സെമിനാരിയിലായിരുന്നപ്പോൾ ബോബി ജോസ് കട്ടിക്കാട്ടച്ചൻ ഞങ്ങളെ ധ്യാനിപ്പിച്ചപ്പോൾ ജീവിതത്തിന് ഒരു നിർവചനം നൽകി. അത് ഞാൻ ഈ സമയം ഒന്ന് ഓർക്കുകയാണ്. വീട്ടി തീർക്കാനാകാത്ത കടപ്പാടുകളുടെ പേരാണ് ജീവിതം. പ്രിയമുള്ളവരെ, നമുക്ക് ഓർമ്മ വച്ചതിന് ശേഷവും ഓർമ്മ വയ്ക്കുന്നതിന് മുൻപും അനേകം പേരുടെ കരുണ കിട്ടിയതുകൊണ്ടാണ് ഇന്ന് നമുക്ക് ജീവിക്കാൻ സാധിക്കുന്നത്. ഇന്നത്തെ ദിവസം നമുക്ക് നമ്മെ സഹായിച്ച ഓരോരുത്തരെയും ഒന്ന് മനസ്സിലോർത്ത് അവർക്ക് ഓരോരുത്തർക്കും വേണ്ടി ഈശോയുടെ പക്കൽ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. അങ്ങനെ ഇന്നത്തെ നമ്മുടെ ജീവിതം കൃപയുടെ സമൃദ്ധി നിറഞ്ഞ ജീവിതമാകട്ടെ. ഉള്ളവന് നൽകപ്പെടും എന്നുള്ള വചനം നന്ദി പറഞ്ഞ് ജീവിക്കുമ്പോൾ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ എളിമയോടെ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സാർത്ഥകമാകും. നമ്മൾ നന്ദി ഇല്ലാത്തവരായിട്ട് മാറല്ലേ എന്ന് ഈശോ ആഗ്രഹിക്കുന്നു. ഈശോയോട് നമുക്ക് നന്ദി പറയാം. ഈ ജീവിതം തന്നതിന്, നമുക്ക് നല്ല സാഹചര്യങ്ങൾ തന്നതിന്. ഒരുപക്ഷെ സഹനങ്ങൾ ഉണ്ടെങ്കിൽ ആ സഹനങ്ങളിലൂടെയും ഈശോയെ മഹത്വപ്പെടുത്താൻ സാധിക്കുന്നവർക്ക് നന്ദി പറഞ്ഞെന്ന് ജീവിക്കാം. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ മുന്നോട്ട് പോകാൻ ഇന്നത്തെ ദിവസം നമ്മെ എല്ലാവരെയും ഈശോ സഹായിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.